ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളം മൂവി അത് റിലീസിംഗ് ഡേയുടെ അന്ന് നമ്മുടെ എമ്പുരാൻ അത് കണ്ടു കേട്ടോ. അടിപൊളി മൂവി കേട്ടോ. പിന്നെ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൂസിഫറൊക്കെ നമ്മൾ കണ്ടിട്ട് എമ്പുരാനെ വിലയിരുത്തരുത്. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലെവലിലെ പിടിച്ചേക്കണേ. നമ്മുടെ ഇംഗ്ലീഷ് മൂവിയുടെ ഒക്കെ ഒരു സ്റ്റൈലാന്നൊക്കെ വേണ്ടി പറയാം. പിന്നെ ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. പിന്നെ മുണ്ടും മടക്കി കുത്തിയുള്ള സീനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സീനുകളില്ല, പക്ഷെ ഉള്ള സീനൊക്കെ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജു വാര്യറും ടോവിനൊക്കെ അടിപൊളിയാണ്. പൃഥ്വിരാജിനെ കുറിച്ച് പറയാനോ ഒരു ഒന്നൊന്നര ഡയറക്ഷൻ. പിന്നെ 24 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ ടാസ്മാനിയയില് ഹോബർട്ടിലാട്ടോ പൃഥ്വിരാജ് പഠിക്കാൻ വന്നേ. അവിടുത്തെ പൃഥ്വിരാജ് മുട്ടം തണുപ്പാ. ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഹോബർട്ട്, ടാസ്മാനിയ. അവിടെ നിന്നാണ് നന്ദന സിനിമയിലേക്കുള്ള വരവ്. അന്ന് മനു ആയിട്ട് വന്നെങ്കിൽ ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം എമ്പുരാനില് സെയ്ദ് മസൂദായിട്ട് വന്നേ. ആ വരവില് എല്ലാം ഉണ്ട്. പുള്ളിയുടെ ഡ്രീം, പുള്ളിയുടെ വിഷൻ, എഫേർട്ട്, ഹാർഡ് വർക്ക്, അതിന്റെ വിജയം കൂടി കേട്ടോ ഇന്ന് മലയാള സിനിമേനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച സംവിധായകൻ. എന്താ പടം കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെ പറഞ്ഞാലും പടം ഒരു പ്രാവശ്യം കാണാനുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും കിടിലോ. പിന്നെ മൂവി കണ്ടവര് കമന്റ് ചെയ്യാൻ മറക്കരുത്. അല്ലാത്തൊരു സിനിമ കണ്ടോ അടിപൊളി. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ബുദ്ധിമുട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാള സിനിമയൊക്കെ കണ്ടിട്ട് ഈ ലെവലിലേക്ക് ഒരു പടം മാറി എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ എന്നാലും അടിപൊളിയാണ്.